വർഷം 2002. വലിയ പ്രതീക്ഷകളോടെ മലയാളത്തിലെ പ്രശസ്ത സംവിധായകൻ സ്വന്തം മകനെ നായകനാക്കി കയ്യെത്തും ദൂരത്ത് എന്ന സിനിമ സംവിധാനം ചെയ്യുന്നു. എന്നാൽ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് സിനിമ ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമാകുന്നു. പടത്തിന്റെ പരാജയത്തേക്കാൾ നിരാശയുണ്ടാക്കിയത് ആ ചിത്രത്തിലെ നായകൻ നേരിടേണ്ടി വന്ന കളിയാക്കലുകളാണ്. അന്ന് അഭിനയിക്കാൻ അറിയില്ലെന്ന് ജനങ്ങൾ മുദ്രകുത്തിയ ആ നായകൻ ഇന്ന് നേടിയെടുത്തത് മലയാള സിനിമ ബോക്സ് ഓഫീസിൽ 150 കോടിയാണ്. അതെ, രംഗണ്ണനും പിള്ളേരും ഇപ്പോൾ ഹാപ്പിയാണ്. 2024 ഫഹദ് ഫാസിൽ നായകനായി പ്രദർശനത്തിനെത്തിയ ആവേശം 150 കോടി സ്വന്തമാക്കി ചരിത്രത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. മലയാളത്തിൽ നിന്ന് 4ാമത്തെ ചിത്രമാണ് ആഗോള ബോക്സ് ഓഫീസിൽ 150 കോടി ക്ലബിൽ എത്തുന്നത്. ആടുജീവിതം, 2018 എന്നീ സിനിമകൾക്ക് പുറമെ മഞ്ഞമ്മൽ ബോയ്സ് മാത്രമാണ് ആഗോള കളക്ഷനിൽ ആവേശത്തിന് മുന്നിലുള്ളത്. ഒരു സോളോ നായകൻ 150 കോടി ക്ലബിൽ മലയാളത്തിൽ നിന്ന് എത്തിയത് ആദ്യം പൃഥ്വിരാജ് ആടുജീവിതത്തിലൂടെയായിരുന്നു. രണ്ടാമത് ആ നേട്ടത്തിലെത്തിയിരിക്കുകയാണ് ഫഹദ് ഫാസിൽ. 2023 ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായ രോമാഞ്ചത്തിന് ശേഷം സംവിധായകൻ ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശം ഏപ്രിൽ 11 തിയേറ്ററുകളിൽ എത്തിയത്. മൻസൂർ അലിഖാൻ, ആശിഷ്, സജിൻ ഗോപു, പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ മിഥുൻ JS, റോഷൻ ഷാനവാസ്, പൂജ മോഹൻരാജ്, നീരജ രാജേന്ദ്രൻ, ശ്രീജിത്ത് നായർ, തങ്കമോഹൻ തുടങ്ങി നിരവധി പേർ ചിത്രത്തിലുണ്ട്. സമീർ താഹിറാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം. രോമാഞ്ചത്തിലെ ഹിറ്റ് കൂട്ടുകെട്ട് ആവർത്തിച്ചുകൊണ്ട് വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സുഷിൻ ശ്യാമാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ചിത്രത്തിലെ പാട്ടുകളെല്ലാം നിലവിൽ വലിയ ഹിറ്റുകളാണ്. ബംഗളൂരുവിലെ ഒരു കോളേജിൽ പഠിക്കാനെത്തുന്ന 3 മലയാളി വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നത്തിൽ രംഗൻ ഇടപെടുന്നതും തുടർന്നുണ്ടാകുന്ന സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളുമാണ് ആവേശത്തിന്റെ ആകെ തുക. കോളേജ് മുറ്റത്ത് തുടങ്ങുന്ന പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളുടെ വ്യക്തിജീവിതത്തിലേക്കും പടരുന്നതോടെയാണ് ചിത്രത്തിന്റെ മറ്റൊരു വഴിത്തിരിവിലേക്ക് മാറുന്നത്. കോളേജ് ഹോസ്റ്റലിലെ ചെറിയ തമാശകളുമായി മുന്നേറുന്ന ചിത്രം കൂടുതൽ എൻ്റർടൈൻ ആവുന്നത് രംഗണ്ണൻ്റെയും കൂട്ടരുടെയും രംഗപ്രവേശത്തോടെയാണ്. ആരാണ് രംഗൻ, എന്താണ് അയാളുടെ പശ്ചാത്തലം, ആരാണ് അയാളുടെ എതിരാളികൾ എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലൂടെ വിദ്യാർത്ഥികളായ മൂവർ സംഘത്തിൻ്റെ രംഗൻ്റെ ഇടപെടലുകളും ചിത്രത്തിൽ പറയുന്നു. പതിവ് ശൈലികൾ മാറ്റിപ്പിടിച്ച് രംഗണ്ണനായുള്ള ഫഹദ് ഫാസിലിന്റെ പ്രകടനമാണ് 2 മണിക്കൂർ 40 മിനിറ്റുള്ള ചിത്രത്തിന്റെ ഹൈലൈറ്റ്. കന്നഡ കലർന്ന മലയാളം സംസാരിക്കുന്ന രംഗണ്ണനായി ഫഹദ് ഫാസിൽ നിറഞ്ഞാടുകയാണ് ചിത്രത്തിൽ. നിലവിൽ ഫഹദിന്റെ ആവേശത്തിന്റെ തിയേറ്റർ കളക്ഷൻ കുതിപ്പിന് വേഗത കുറഞ്ഞേക്കാവുന്ന അപ്ഡേറ്റും ചിത്രത്തിൻ്റെതായി പുറത്തായിട്ടുണ്ട്. ആവേശം ആമസോൺ പ്രൈം വീഡിയോയിലൂടെ OTT മെയ് 9 പ്രദർശനത്തിനെത്തിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.